പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും? അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ്. പാർട്ടിക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പാർട്ടിക്ക് ഇതിലൊരു ആരാ അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി രാഹുലിന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയാണ്. അക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിട്ടും ആ നടപടികളൊക്കെ വെള്ളത്തിലാക്കുന്നതല്ലേ അത്തരത്തിലുള്ള? ഒരു വെള്ളത്തിലുമില്ല. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട KPC പ്രസിഡന്റാണ്. അതാണ് ഫൈനൽ. അതിന് എതിരായിട്ട് തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് മാത്രമേ അവകാശമുള്ളൂ. ഹൈക്കമാൻഡും ഈ തീരുമാനത്തിന് 100% അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി തുറന്നുള്ള ഒരു നടപടിയിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കുറ്റാരോപിതർ തന്നെ അവരുടെ സംരക്ഷണ വലയം ഒരുക്കണം. അതിന് പാർട്ടി അതൊന്നും ഒരുക്കി കൊടുക്കാൻ കഴിയില്ല. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ആരോപണം ഇപ്പോൾ രാഹുൽ നിയമപരമായി നേരിടണം, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പോഴും ഇതിന്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് കോൺഗ്രസിന് സംശയമുണ്ടോ? അല്ല, ഇങ്ങനെ ഓരോ ദിവസം നീട്ടി കൊണ്ടുപോകണല്ലോ. ഇതൊക്കെ പരാതി കിട്ടിയാൽ ഉടനെ ആക്ഷൻ എടുക്കണം. അതെടുക്കാതെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം 3 മാസമായി സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഏതായാലും ഇപ്പോൾ സംഭവം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നു. ഇനി നടപടി നടത്തട്ടെ. അതൊക്കെ തുറന്നുള്ള നടപടികൾക്കനുസരിച്ചിരിക്കുമല്ലോ. പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർണം കട്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് ഞങ്ങളും ഒന്നുകൂടെ ശക്തമായി തന്നെ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സ്വർണം കട്ടവർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടിയതായിട്ട് അറിവില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസിഡന്റിനാണ് കൊടുത്തു കാണുക. പക്ഷെ പ്രസിഡന്റ് അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഞാൻ പറയാം, സണ്ണി ജോസഫാണ് KPC പ്രസിഡന്റ്. സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് പറയുന്നതാണ് ഞങ്ങളുടെ പാർട്ടി നയം. അതിൽ രാഹുലിന്റെ പിന്തുണ മാത്രമല്ല, ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന നിലയിലാണ്. അതായത് പെണ്ണുങ്ങളും കൂടി ചേർന്നിട്ടാണല്ലോ ഇത് നടത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. ആരും പറഞ്ഞു? അങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. രാഹുലിന് തെറ്റ് പറ്റിയെന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞാൻ പറയുന്നത് ശബരിമല സ്വർണം കള്ളന്മാർ ജയിലിൽ കിടക്കുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ്. ഒരു സസ്പെൻഷനും അവരുടെ നേരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ MLA യുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പുറത്തും ചില MLA മാരുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഇലക്ഷൻ കാലത്ത് നമുക്ക് നോക്കാം.